നമുക്കൊരു കോണിന്റെയും സിലിണ്ടറിന്റെയും കർവ്ഡ് സർഫസ് ഏരിയ ഡിസ്കസ് ചെയ്യാം. CSA കർവ്ഡ് സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും അതുപോലെ വോളിയം. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ കർവ് മാത്രമേ വരുള്ളൂ. ഈ പോർഷൻ ബേസ് നോക്കണ്ട. ഇതാണ് കർവ്ഡ് സർഫസ് ഏരിയ. ഓക്കെ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതും കൂടി ഇൻക്ലൂഡ് ആവും. ഇവിടെ ആണെങ്കിലോ ഈ രണ്ട് ടോപ്പ് സർക്കിൾസും കൂടി ഇൻക്ലൂഡ് ആവും. പിന്നെ വോളിയം. ഓക്കെ. സോ ആദ്യം കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ ഓക്കെ കോണാണ്. കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ π × r × L. L എന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. ഇങ്ങനെ ചരിഞ്ഞു പോകുന്ന ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. ഇങ്ങനെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് h ഹൈറ്റ്, ചരിഞ്ഞു പോകുന്നത് L. L കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് L = √r² + h² ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലെങ്ത്തിന്റെ വാല്യൂ കിട്ടും. സോ πr L. ഇവിടെ സർക്കിൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ πr ഓർത്ത് വയ്ക്കുക. സർക്കിൾ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് π r. അപ്പോൾ πr എന്ന് പറയുന്ന ആ ടേംസ് ഓർത്ത് വയ്ക്കുക. പിന്നെ ലെങ്ത്തും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇനി സിലിണ്ടറിന്റെ എങ്ങനെ ഓർത്ത് വയ്ക്കാം? സിലിണ്ടർ എന്ന് പറയുമ്പോൾ രണ്ട് സർക്കിൾസ് ഇല്ലേ? സോ 2 × πr. L വേണ്ട, നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് ഇല്ല. സോ h യൂസ് ചെയ്യാം. അങ്ങനെ ആലോചിച്ച് വയ്ക്കാം. സോ 2 × π × r × h. ഓക്കെ. ഇനി TSA ടോട്ടൽ സർഫസ് ഏരിയ. ആദ്യം കോണിന് ഓൾറെഡി കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ്? πr L ആണ്. കർവ്ഡ് സർഫസ് ഏരിയ πr ആണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ ആരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ഈ ഒരു സർക്കുലർ പോർഷൻ, ഈ ബേസും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. ബേസ് സർക്കിളിന്റെ ഏരിയ എന്താണ്? πr². സിമ്പിൾ. അപ്പോൾ സിലിണ്ടറിന്റെ സെയിം ഇതുപോലെ എഴുതാലോ. സിലിണ്ടറിന്റെ ഓൾറെഡി 2πrh കർവ്ഡ് സർഫസ് ഏരിയ ആണ്. അതിന്റെ കൂട്ടത്തിൽ എന്നും കൂടെ വരണം, രണ്ട് സർക്കിൾസ് ഉണ്ട്. ടോപ്പിലും ബോട്ടത്തിലും സർക്കിൾസ് ഉണ്ട്. അപ്പോൾ 2 πr² കൂടെ ആഡ് ചെയ്യണം. അതാണ് സിലിണ്ടറിന്റെ കേസ്. ഇനി വോളിയം. ആദ്യം കോണിന്റെ എഴുതാം. അല്ലേ വേണ്ട, ആദ്യം സിലിണ്ടർ എഴുതാം. സിലിണ്ടർ πr²h. πr²h ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വോളിയത്തിന്റെ യൂണിറ്റ്സ് എപ്പോഴും ക്യൂബിക്കിലല്ലേ വരുള്ളൂ. ക്യൂബിക് യൂണിറ്റ്സ് ആണ്. അപ്പൊ എന്താണ്? പവർ 3 വരണം. അപ്പോൾ ഒരു r² വരണം, പിന്നെ ഒരു പവറും കൂടെ വരണം, h. സോ 2 r ഒരു h കൂടെ ആകുമ്പോൾ 3 പവർ ആയില്ലേ ടോട്ടലി. സോ അങ്ങനെ ആലോചിച്ച് വയ്ക്കാം. πr²h. അപ്പോൾ കോൺ എന്ന് പറയുമ്പോഴത്തേക്കും സിലിണ്ടറിലെ വലുത്. സിലിണ്ടറിന്റെ കാട്ടിലും ഇതിങ്ങനെ ഇത്രയും പോർഷൻസ് കട്ട് ചെയ്ത് കളയുമ്പോഴാണല്ലോ ഒരു കോൺ ഉണ്ടാകുന്നത്. സോ സിലിണ്ടറിനെ കാട്ടിയും കുറച്ചാണ് വോളിയം എന്ന് വിചാരിക്കാം. സോ 1/3 πr²h. അതായത് സിലിണ്ടറിന്റെ 1/3 πr²h ആണ് കോൺ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഏരിയ ചെയ്യുമ്പോഴും ആലോചിച്ച് വയ്ക്കുക. ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും സ്ക്വയർ യൂണിറ്റ്സ് ആണ്. പവർ ഓഫ് 2 ആണ് യൂണിറ്റ്സ് വരുന്നത്. അപ്പം നമ്മുടെ ഇതെടുക്കുമ്പോഴും സ്ക്വയർ ടേംസ് വരില്ല. അപ്പോൾ r ഉണ്ട്, L ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കും 2 പവറായി. ഇവിടെ ഒരു r ഉണ്ട്, ഒരു h ഉണ്ട്. സോ സ്ക്വയർ യൂണിറ്റ്സ് ആയി. ഇവിടെ അതുപോലെ തന്നെ ഇത് നമുക്ക് കോമൺ എടുത്ത് വെക്കാം, നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തുകൊണ്ട് r² വരണം? കാരണം ഇത് വോളിയമാണ്, ക്യൂബിക്കിൽ വരണം. സോ h ഓൾറെഡി ഉണ്ട് രണ്ടിലും. പിന്നെ നമുക്ക് എന്തും കൂടെ വരണം? r² കൂടെ വന്നാലേ നമുക്ക് ക്യൂബിക്കിൽ കിട്ടുള്ളൂ എന്ന് ഓർത്ത് വയ്ക്കാം.